മലപ്പുറം പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ചത് മർദ്ദനത്തെ തുടർന്നല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. യുവാവിൻ്റെ മരണം ഹൃദയാഘാതത്തെ തുടർന്നാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്തിൽ പരിക്കേറ്റ പാടുകളില്ല. മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ശരീരത്തിൽ ഇല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് യുവാവിൻ്റെ മരണമെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. നമുക്ക് അഷ്കറിലേക്കൊന്ന് പോയി വരാം. അഷ്കർ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി കസ്റ്റഡി മരണമല്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അരുൺ, പ്രാഥമിക ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഫോറൻസിക് സർജൻ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ മരിച്ച പന്തല്ലൂർ കടമ്പൂർ സ്വദേശിയായിട്ടുള്ള മൊയ്തീൻകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ശരീരത്തിൽ അത്തരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ ഇല്ലെങ്കിൽ പരിക്കുകളോ ഇല്ല എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഹൃദയാഘാതം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും അതുമൂലമാണ് മരണം സംഭവിച്ചതെന്നും ഇപ്പോൾ പ്രാഥമികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടുത്ത ദിവസങ്ങൾ തന്നെ പുറത്തു വരികയും ചെയ്യും. അതുപോലെ തന്നെ രാസപരിശോധന ഫലങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഒരു കസ്റ്റഡി മരണമല്ല നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് പന്തല്ലൂർ സ്വദേശിയായിട്ടുള്ള മൊയ്തീൻകുട്ടി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നത്. പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ പുലർച്ചയോടെ മരിച്ചിരുന്നു. എന്നാൽ കുടുംബങ്ങളടക്കം വലിയ ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത്. പോലീസിന്റെ മർദ്ദനം മൂലമാണ് മൊയ്തീൻകുട്ടി മരിച്ചതെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രധാന പരാതി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊയ്തീൻകുട്ടി മർദ്ദനത്തിന് ഇരയായി എന്ന് സാക്ഷികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള മർദ്ദനമല്ല ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF നേതൃത്വത്തിൽ പാണ്ടിക്കാട് വലിയ റോഡ് ഉപരോധവും പോലീസ് സ്റ്റേഷൻ ഉപരോധവും ഒക്കെ നടന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ജില്ലാ പോലീസ് മേധാവി 2 സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും 2 തരത്തിലുള്ള കേസ് അന്വേഷണം ഈ ഘട്ടത്തിൽ ഇതിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള KC ബാബുവിനാണ് അന്വേഷണ ചുമതല. അതിനോടൊപ്പം തന്നെ മജിസ്റ്റീരിയൽ അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ സബ് കളക്ടറാണ് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. എന്തായാലും ഇന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുക്കുകയും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയും വൈകാതെ ഉണ്ടാവും. ഇതിന് ശേഷമായിരിക്കും ഒരു അന്തിമ ചിത്രം ഈ കാര്യത്തിൽ ഉണ്ടാവുക. അരുൺ. ഓക്കെ, താങ്ക് യു. അഷ്കറാണ് നമുക്കൊപ്പം ചേർത്തത്.